എനിക്കറിയില്ല. എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞൂടാ, ഇവരാരാന്ന് പറഞ്ഞൂടാ. ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിൽ എന്തില്ലാത്ത. ചേച്ചി നേരത്തെ പറഞ്ഞതാണല്ലോ, ചേച്ചി നേരത്തെ പറഞ്ഞത് സുനിലിനെ പരിചയപ്പെട്ടത് ഒരു ഹോട്ടൽ റൂമിൽ വെച്ചാണെന്ന് പറഞ്ഞു. ആ ഹോട്ടലിൽ വെച്ചാണ് നിവിൻ പോളി അവിടെ വന്നിട്ട് ഉപദ്രവിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ പറഞ്ഞ് മാറ്റി പറഞ്ഞ ചേച്ചി പറഞ്ഞു സെൽഫി ഫോട്ടോ ഉണ്ടോന്നാണ് പറഞ്ഞത്. അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ്. അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന ബന്ധുക്ക് ഒരു രീതിയില്ല. ഞങ്ങൾ അവിടെ ഒരു വിശ്വാസം കിട്ടുന്ന വർത്താനം പറഞ്ഞിരിക്കുകയും അത് കഴിഞ്ഞ് പിന്നെ സിനിമ ഫുള്ള് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താൽ സിനിമയിൽ ഇപ്പം നിൽക്കുന്ന പ്രമുഖ നടിമാരെയും സിനിമയിൽ അഡ്ജസ്റ്റ്. അല്ല ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചേച്ചി ഈ പറയുന്നത് സംഭവം നിവിൻ പോളി ചേച്ചി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡന്റായിട്ട് എടുക്കുന്ന തീരുമാനമാണ്. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം, ടാക്സിക്കാരൻ ബോസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയിലെ ഏറ്റവും മോശപ്പെട്ട സമയം കഴിഞ്ഞു എന്നതാണ് ഇന്ന് സത്യം. ഇത്രയും വിവാദമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും മലയാള സിനിമയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചില്ല എന്നുള്ളതാണ് സത്യത്തിൽ. നമ്മൾ ഇന്ന് കണ്ട രണ്ട് സിനിമകൾ റിലീസായി, ഒന്ന് ടൊവിനോയുടെ ഒരു സിനിമയും അതുപോലെ ആസിഫ് അലിയുടെ ഒരു സിനിമയും. പിന്നെ ഒമർ ലുലുവിന്റെ സിനിമയെ കുറിച്ച് നമ്മൾ പറയേണ്ട, അത് വലിയ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് മലയാള സിനിമ ഒരിക്കലും നമ്മളിൽ നിന്ന് അന്യപ്പെട്ടു പോകില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. രണ്ട് സിനിമകൾ റിലീസായപ്പോൾ തന്നെ കേരളക്കര ഒന്നാകെ മലയാള സിനിമയിലെ സംഭവ വികാസങ്ങൾ മുഴുവൻ മറന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. ഇത്രയും വർഷക്കാലം മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരുന്ന അഴിമതികൾ മുഴുവൻ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വഴി പുറത്തു വന്നപ്പോൾ മലയാളികൾ ഒന്നടങ്കം വളരെ ലജ്ജയോടെയാണ് അത് കണ്ടത്. കാരണം സ്ത്രീ പീഡന കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചതാണ് എന്നറിഞ്ഞപ്പോൾ മലയാളികൾ ഒന്നടങ്കം മൂക്കത്ത് വിരൽ വെച്ചു നിന്നിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് സിനിമകൾ റിലീസ് കഴിഞ്ഞപ്പോൾ ഏകദേശം എല്ലാം മറന്നു എന്നുള്ളതാണ് രസം. യഥാർത്ഥത്തിൽ അത് മറക്കാനുള്ള കാരണം ഉണ്ടാക്കിയത്, ഇന്ന് അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ളത് മലയാളത്തിലെ മീഡിയകൾ തന്നെയാണ് എന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ ഈ വിഷയം കൊണ്ടുവന്നതും മീഡിയയാണ്, യഥാർത്ഥത്തിൽ അത് അവസാനിപ്പിച്ചതും മീഡിയ തന്നെയാണ് എന്നുള്ള ദുഃഖകരമായ അവസ്ഥയാണ് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയുന്നത്. കാരണം ഇത്രയും വിവാദമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും മലയാള സിനിമയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അത് മലയാളികൾ ആയതുകൊണ്ടാണ്. കാരണം മലയാളികളുടെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരിടത്തേക്കാണ്, അതുകൊണ്ടാണ്. എന്നാൽ ഇവിടെ സാധാരണക്കാരൻ ഒരു സ്ത്രീയെ നോക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ലൈംഗിക ചുവയുള്ള രീതിയിൽ സംസാരിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പ് ഇട്ടുകൊണ്ട് ജയിലിലേക്ക് വിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതാണ് വാസ്തവം. എന്നാൽ വലിയ വലിയ താരങ്ങൾ അത് ചെയ്തപ്പോൾ ഇവിടെ അവർക്ക് ജയിലുമില്ല കേസുമില്ലാത്തൊരവസ്ഥയിലാണ് കടന്നു പോകുന്നത്. രണ്ട് തട്ടായിട്ടാണ് പൊതുജനങ്ങളെ കാണുന്നു എന്നുള്ളതാണ് സത്യം. കാരണം സിദ്ദീഖിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ സിദ്ദീഖിനെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചത്. എന്നാൽ അതിന് കേസില്ല, വഴക്കില്ല, ഒന്നുമില്ല. കാരണം അതിലെ വാദി പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് അവസാനം കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയ വിഷയങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവസാനം നമ്മുടെ നിവിൻ പോളി വരെ പ്രതിയാക്കിക്കൊണ്ട് ആരോപണം പറയുന്ന രീതിയിൽ ഒരു സ്ത്രീ വന്നപ്പോൾ ഇതിനെതിരെ കേരളത്തിലെ മുൻനിര രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് നിവിൻ പോളിയുടെ ആരോപണം നടക്കുന്ന സമയത്താണ് ഈ മരംവെട്ട് കേസ് പൊങ്ങി വരുന്നത്. മരംവെട്ട് കേസും നിവിൻ പോളിയുടെ ആരോപണവും കൂടെ നമ്മുടെ മൈൻഡ് സെറ്റിൽ നിന്ന് നോക്കി. ഇവിടെ ഒരു സൈഡിൽ മരംവെട്ട്, ഇവിടെ ഒരു സൈഡിൽ സിനിമ. അപ്പൊ മരംവെട്ടാണ് കുറച്ചുകൂടെ പ്രസക്തി കൂടുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റിനെ പെരുക്കെ മരംവെട്ടിലേക്ക് മാറ്റുന്നു. ആര് മാറ്റുന്നു? മാധ്യമങ്ങൾ മാറ്റുന്നു. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഇതൊക്കെ ഒരു മാധ്യമ സിൻഡിക്കേറ്റിന്റെ പരിപാടിയാണ്. കാരണം ഇത് മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. മാധ്യമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുതലാളിമാരുണ്ടല്ലോ, അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, അവർക്ക് ബിസിനസ് നടക്കാൻ വേണ്ടിയും പണം ഉണ്ടാക്കാൻ വേണ്ടിയും മാത്രമാണ് ഇങ്ങനെ നമ്മുടെ മൈൻഡ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റൂ എന്നുള്ള കാര്യമാണ് സത്യം. യഥാർത്ഥത്തിൽ ഇവിടെ നിവിൻ പോളിയുടെ കേസ് നമുക്കൊന്ന് നോക്കാം. നിവിൻ പോളി എന്ന് പറഞ്ഞ ആള് യഥാർത്ഥത്തിൽ സിനിമയിൽ എന്റെ ഒരു കാഴ്ചപ്പാടിൽ വെച്ച് നോക്കുമ്പോൾ നിവിൻ പോളി എന്ന് പറഞ്ഞ ആള് വലിയ ഒരു കുഴപ്പക്കാരനോ മറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളോ ആയിട്ട് ആർക്കും തോന്നുന്നില്ല, ആരും പറയത്തുമില്ല. പക്ഷെ അദ്ദേഹം ഒറ്റയ്ക്ക് വഴിപറ്റി വന്നവനാണ് എന്നുള്ളതാണ് സത്യം. അദ്ദേഹം മാത്രമല്ല, ആസിഫ് അലി അതുപോലെ തന്നെ ടൊവിനോ, ഇവരൊക്കെ ഒറ്റയ്ക്ക് വഴിപറ്റി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ നിവിൻ പോളി ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളതാണ് സിനിമയിൽ നിന്ന്. കാരണം അദ്ദേഹം ഈ സിനിമയിൽ ഒന്നാം നമ്പറിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ തടഞ്ഞവരും അദ്ദേഹത്തിനെതിരെ ഒരുപാട് സിനിമ ഇല്ലാതായതും ഒക്കെ വയനാട് വിഷയം അതിന്റെ അതിജീവനങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന്
ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നത്, മലയാള സിനിമയുടെ വിഷയങ്ങളിലേക്ക്. മലയാള സിനിമയുടെ വിഷയങ്ങൾ കടക്കുന്ന അതിൽ നിന്നും പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് നേരെ മരം വെട്ട് കേസിലേക്ക് പോകുന്നു എന്നതാണ് വാസ്തവം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം എന്താണ്, നമ്മൾ ന്യൂസുകളെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം ഈ മലയാളികൾ സമൂഹം എല്ലാവരും മണ്ടന്മാരല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. കാരണം ഒരു വാർത്തയുടെ പിന്നിൽ ഇപ്പോൾ അർജുനിന്റെ വാർത്ത നമ്മൾ കർണാടക കണ്ടുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നാണ് അടുത്ത വയനാട് ദുരന്തം വന്നത്. അപ്പോൾ അത് നേരെ വയനാട്ടിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോയി. അത് കഴിഞ്ഞ ശേഷം മരം വെട്ട് വന്നു, മരം വെട്ടിന് ശേഷം നിവിൻ പോളി വന്നു, നിവിൻ പോളിന് ശേഷം വീണ്ടും മരം വെട്ടിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. നമ്മുടെ പ്രശ്നം എന്ത് പറയാണ്, ഒരു വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് കുറച്ച് ആളുകളുടെ മാത്രം ബാധിച്ചുകൊണ്ട് അവരെ ഒഴിവാക്കി അവിടെ നിന്ന് പോകുകയാണ് ചെയ്യുന്നത് മാധ്യമങ്ങൾ. ഇവിടെ നിവിൻ പോളിയുടെ വിഷയം നമുക്ക് കിടക്കാം, അതിലേക്ക് കിടക്കാം. നിവിൻ പോളിയുടെ ആ ചേച്ചി പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഞാൻ നേഴ്സാണ്, എനിക്ക് സിനിമാ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല, സിനിമയിൽ അഭിനയിക്കണമെന്ന് യാതൊരുവിധ മോഹവുമില്ല. പക്ഷേ എനിക്ക് പുറത്തോട്ട് പോകാൻ, യൂറോപ്പിലോട്ട് പോകാനായിട്ട് ഞാൻ ഈ ശ്രേയ എന്ന് പറയുന്ന പെൺകൊച്ചിന് ഒരു 3 ലക്ഷം രൂപ കൊടുക്കുകയും അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി അത് ഉഴപ്പി വിടുകയും പിന്നെ എനിക്കൊരു സിനിമാ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാം, അല്ല ചാൻസ് നമുക്ക് സിനിമയിൽ ഒരു ചാൻസ് വാങ്ങിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെടുന്നത്. അല്ല ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചേച്ചി ഈ പറയുന്നത് സംഭവം നിവിൻ പോളി ചേച്ചി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ശാരീരികമായി സെക്ഷൽ ഹരാസ്മെന്റ്, അതെ സെക്ഷൽ ഹരാസ്മെന്റ് നേരിട്ടിട്ടുണ്ട്. ചേച്ചി, നിങ്ങൾ ഈ നിവിൻ പോളിക്കെതിരെ ആദ്യം പരാതി കൊടുത്തത് എപ്പോഴാണ്? പരാതി കൊടുത്തത് ജൂണിലായിരുന്നു. ചേച്ചി, ആദ്യത്തെ ഈ പരാതി കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ? ആദ്യത്തെ പരാതി നൽകിയപ്പോൾ എന്നോട് ഞാൻ അത് മാഡത്തിന് മെയിൽ അയക്കുകയായിരുന്നു. അത് ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിലോട്ട് ഫോർവേഡ് ചെയ്തു. പക്ഷെ ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ നമുക്ക് യാതൊരുവിധ നല്ലൊരു നല്ലൊരു തീരുമാനമല്ല കിട്ടിയത്. അവർ പറഞ്ഞത് ദുബായിൽ നടന്നതായതുകൊണ്ട് തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഇതിന് പ്രത്യേകിച്ചൊന്നും തരാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് നമ്മളോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ദുബായ് നടന്ന പ്രശ്നം ഇവരെ കൊണ്ടുവന്ന് പരാതി കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പരാതി ഇപ്പം നമുക്ക് ദുബായ് നടന്ന കേസ് നമുക്ക് ഇവിടെ ദുബായ് കിടക്കുന്ന കേസ് ഇവിടുന്ന് ആൾ പോയി നമ്മുടെ സ്റ്റേഷനിലൊക്കെ പോയ ആൾക്കാർ, ദുബായിലൊക്കെ പോയ ആൾക്കാരെ പ്രതികളെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ തിരിച്ചെന്തുകൊണ്ട് നമുക്ക് അങ്ങനെ നിയമം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, അതിനെക്കുറിച്ച് വിശദമായി എനിക്കറിയില്ല. ചേച്ചി പറയും ബാക്കി, എന്നിട്ട് എന്താ സംഭവിച്ചത് പറയും. ഇതൊരു കള്ളപ്പരാതി ആയിരുന്നെങ്കിൽ അന്നേ വന്ന് പുള്ളിക്ക് ഇതുപോലെ മാധ്യമങ്ങളെ കണ്ട് ഇതിനുള്ള ഇത് പറയാമായിരുന്നു. ഓക്കെ 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 അപ്പൊ അത് ഓക്കെ. ആ കള്ളപ്പരാതിയാണോ അല്ലയോ എന്ന കാര്യം പിന്നെ നമുക്ക് നോക്കാം. ചേച്ചി, രണ്ടാമത് പരാതി എടുത്തത് എപ്പോഴാണ്? ഇപ്പഴല്ലേ? അതെ, തല്ലിയെന്നും ശരീരത്തിൽ അടിച്ചെന്നും മർദ്ദിച്ചെന്നും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സെയിം അതൊന്നും കൂടി കൂടുതൽ വിശദീകരിച്ച് ഇപ്പോഴത്തെ ഒരു ഇതിൽ കൂടുതൽ വിശദീകരിച്ച് എഴുതിയേ ഉള്ളൂ. ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ അത് വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഹർഷിത മേഡത്തിന് തന്നെ അതിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഇങ്ങനെ പരാതി കൊടുത്തു പക്ഷെ നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? കാരണം ലോക്കൽ സ്റ്റേഷനിൽ എനിക്ക് യാതൊരു നല്ല ഒരു നിയമ നടപടി കിട്ടിയില്ല. അപ്പോഴാണ് ഹേമ കമ്മിറ്റി വന്നതും ഈ സ്പെഷ്യൽ ടീമിനെ കുറിച്ച് ഞാൻ അറിയാനുണ്ടായത്. അപ്പം നമുക്ക് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടും, നിയമ നടപടി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൊടുത്തത്. ചേച്ചി എല്ലാവരും സംശയം ചോദിച്ചു, നിങ്ങൾ ആദ്യം കൊടുത്ത പരാതിയിൽ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞല്ലേ കൊടുത്തു അല്ലേ? അപ്പോൾ ഉപദ്രവം എന്ന് പറഞ്ഞപ്പോൾ അടിക്കാൻ പിടിക്കാം ഒക്കെ ചെയ്യാം. പക്ഷെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ സെക്സ്വലായിട്ട് നിങ്ങളെ യൂസ് ചെയ്തു എന്നൊക്കെ നിങ്ങൾ പരാതി കൊടുക്കാമെന്ന് എന്താണ് സംഭവം? ആദ്യം നിങ്ങൾ അത് ചുരുക്കി കൊടുത്ത എന്താ കാര്യം? പിന്നെ നിവിൻ പോളിയെ പോലുള്ള ഒരാൾ ഇപ്പം നിങ്ങൾ കൂട്ടബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംശയം, അതുകൊണ്ട് ചോദിച്ചത്. കാരണം ആദ്യം ഞാൻ ചുരുക്കത്തിലാണ് കൊടുത്തത്. അത് കാരണം ഞാൻ ഇവരെ പുറത്തൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ എന്നെ ഉപദ്രവിച്ചു എന്ന്, ശാരീരികമായി ഉപദ്രവിച്ചു എന്നും അല്ലാതെ തല്ലി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിരുന്നു. ആ ഉപദ്രവിച്ചു എന്നുള്ളത് ഞാൻ എന്നിട്ട് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തിരുന്നു. എനിക്ക് ശാരീരിക പീഡനം ഉണ്ടായി എന്ന് ഞാൻ സർക്കിളിന് മൊഴി കൊടുക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം അത് കേൾക്കാനോ അത് ആ മൊഴിയിൽ എഴുതാനോ അവർ തയ്യാറായില്ല. അല്ല, ആ സർക്കിളിന് സത്യം പറയാൻ സർക്കിളിനടുത്ത മൊഴി അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി. അപ്പം എന്നെ ഇങ്ങനെ കയറി പിടിച്ചു എന്നൊക്കെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നൊക്കെ കൊടുത്തു. അപ്പം സർക്കിൾ എന്ന ആ മൊഴിയിൽ അത് രേഖപ്പെടുത്തിയില്ലെന്നാണ് ചേച്ചിയുടെ കുറ്റം. അത് ആരാണ് ആ സർക്കിൾ എന്ന് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എഴുതണ്ടേ, ഒരു സ്ത്രീയുടെ പരാതിയല്ലേ. പക്ഷെ അദ്ദേഹം അത് കേൾക്കാനോ അത് ആ മൊഴിയിൽ എഴുതാനോ അവർ തയ്യാറായില്ല. ചേച്ചിക്ക് ചിലപ്പോഴേ അന്ന് ആ ഒരു മാനസികാവസ്ഥയിൽ ശാരീരിക പീഡനം എന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു ഉപദ്രവം, അടിക്കുക പിടിക്കുക എന്ന് മാത്രമല്ല, ചിലപ്പോൾ അതും ഈ ലൈംഗികമായി പിന്നെ ഉപയോഗിക്കുന്നത്, ലൈംഗികമായി പീഡിപ്പിക്കുന്നതും ഒക്കെ ശാരീരിക പീഡനത്തിലാണ് ചേച്ചി അന്ന് ഉൾപ്പെടുത്തി കൊടുത്തത്. ഹർഷിത അട്ടലൂരിക്ക് അന്ന് കൊടുത്ത പരാതിക്കകത്ത് അങ്ങനെ കൊടുത്തത്. പക്ഷെ അത് നമുക്ക് അറിയാതെ പോയതാണ് സംഭവം. ചേച്ചി പറയും ബാക്കി. കാരണം എനിക്ക് ഒരു പരാതി എഴുതാനുള്ള എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ശാരീരിക ഉപദ്രവം എഴുതിയത് പീഡനമാണ്. പക്ഷെ പീഡനമെന്ന് നമുക്ക് പുറമെ എഴുതി വിടാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അത് മൊഴിയിൽ പറഞ്ഞത്. ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അല്ല ഈ ശാരീരിക ഉപദ്രവം, മർദ്ദിച്ചു അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെയാണ്, അത് കേസ് വേറെയാണ്. അപ്പം നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ വെച്ചാൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ ആ കേസിനകത്ത് നിങ്ങൾ പറയുന്ന ഈ നിവിൻ പോളിക്കെതിരെ പറയുന്ന ആരോപണത്തിന് കഴമ്പുള്ളൂ.
കാരണം ആദ്യം നിങ്ങൾ കൊടുത്ത പരാതിക്കകത്ത് ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് വെച്ചാൽ അടിച്ചു പിടിച്ചു എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ അതല്ല ഇവിടെ വിഷയം. നിങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ അന്ന് നിങ്ങൾ കൊടുത്ത പരാതിക്കകത്ത് ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ കൊടുത്ത പരാതിക്കകത്ത് കൃത്യമായി നിങ്ങൾ ബലാത്സംഗം ചെയ്തു എന്നും പറഞ്ഞ് നിങ്ങൾ എഴുതി കൊടുത്തു അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടോ? അതാണ് നിങ്ങൾക്ക് എടുത്തെടുത്ത് ചോദിക്കുന്നത്. പറയും. ഈ നിവിൻ പോളി ഗ്യാങ് ആണ്. അന്ന് ഇവരെന്നെ റൂമിൽ 3 ദിവസം ലോക്ക് ചെയ്തിട്ടപ്പോൾ എന്റെ ഫോണിൽ മെസ്സേജ് വരുന്നത് ഇവരോട് ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയോട് ചാറ്റ് ചെയ്തതും മെസ്സേജും ഇവരുമായിട്ട് ഞാൻ ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോയും ഒക്കെ ഉള്ളത് ആ ഫോണിലായിരുന്നു. ആ ഫോൺ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്ന സമയത്ത് എനിക്ക് അതൊന്നും എടുത്തുകൊണ്ട് അവരെ ഒന്നും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങനെ പോകുന്നു. എന്റെ ഒരു ഫോൺ അവരുടെ കയ്യിൽ. ചേച്ചി ഈ ദുബായിലെ ഹോട്ടലിൽ വെച്ചാണ് ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടതെന്ന് ചേച്ചി പറയുന്നു. ചേച്ചി അങ്ങനെയാണെങ്കിൽ ആ ദുബായിലെ ഹോട്ടലിൽ നമുക്ക് CCTV ദൃശ്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ പിന്നെ രജിസ്റ്റർ ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാകത്തില്ല. ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറല്ലേ, ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ചേച്ചി ഈ ഹോട്ടലിൽ വെച്ച് ഇങ്ങനെ സംഭവിച്ചു നിവിൻ പോളിയുടെ ഗ്യാങ് എന്ന് പറഞ്ഞു. നിവിൻ പോളിക്ക് അങ്ങനെ ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടോ ചേച്ചി? ആ സംഘത്തിൽ ചേരാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത്. മുറിയിലല്ല, എന്റെ റൂമിനോട് ചേർന്ന് അടുത്തൊരു റൂം എടുക്കുകയും ശ്രേയ എന്ന് പറയുന്ന വ്യക്തിനെ അവർക്ക് റൂം വേണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളോട് സംസാരിച്ച് എന്റെ ആ റൂമിന്റെ ഓണറുടെ നമ്പർ കൊടുക്കുകയും ശ്രേയ എന്ന് പറയുന്ന വ്യക്തി എന്റെ റൂമിനോട് ചേർന്ന് ഒരു റൂം എടുക്കുകയും ആ റൂമിൽ ഈ ബിനു, കുട്ടൻ, ബഷീർ എന്ന് പറയുന്നവരെ താമസിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവരും എന്റെ തൊട്ടപ്പുറത്തെ റൂമിലായതുകൊണ്ട് ഇവര് പെട്ടെന്ന് റൂം എടുത്ത് എന്നെ വന്ന് ഈ ശ്രേയ, ബിനു, ബഷീർ, കുട്ടൻ എന്റെ റൂമിൽ കയറി വരികയും എന്നെ ലോക്ക് ആക്കുകയും സുനിൽ ചേട്ടൻ എന്നാണ് പുള്ളിനെ വിളിക്കുന്നത്. അവരുടെ വീട്ടിലെന്തോ ഇഷ്യൂസ് ഉണ്ടായി. പുള്ളി ഞങ്ങൾക്ക് ഒരു കൊട്ടേഷൻ തന്നേക്കുന്നതാണ്. നിനക്ക് ഒന്ന് പാഠം പഠിപ്പിക്കണം, ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിൽക്കണം, ഇനി പുറത്തോട്ട് വിടില്ല, ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി നമ്മളെ അവിടെ ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. അല്ല ചേച്ചി, ഇവിടെ കുറെ പേര് പറഞ്ഞു നിവിൻ പോളി കൂടാതെ സുനിൽ എന്ന് പറയാം. സുനിൽ ആരാണ് ചേച്ചിക്ക് അറിയാമോ? സുനിൽ ആരാണ്? ഒരു പ്രൊഡ്യൂസറാണ്. സുനിൽ വഴിയാണ് ഞാൻ ഈ നിവിൻ പോളി ഗ്യാങ്ങിനെയും പരിചയപ്പെട്ടത്. സുനിലിനെയാണ് ഞാൻ ഫസ്റ്റ് പരിചയപ്പെട്ടത്. പ്രൊഡ്യൂസർ അല്ല, അദ്ദേഹം ഫിനാൻസ് കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം സിനിമാക്കാർക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ പലിശയ്ക്ക് കൊടുക്കുന്ന ആളാണ് ആ സുനിൽ എന്ന് പറയാം. സുനിലിന്റെ ഗ്യാങ് ആണ് ഈ നിവിൻ പോളി എന്നാണ് പറഞ്ഞത്. അപ്പൊ സുനിലിനെ അറിയാമെന്നും സുനിലിനെ കുറിച്ച് പൈസ വാങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം നിവിൻ പോളി നേരത്തെ സമ്മതിച്ചിട്ടുണ്ട്. അല്ല ചേച്ചി എന്ത് ജോലിയാ ചെയ്യുന്നത്? ചേച്ചി എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാൻ നേഴ്സാണ്. എനിക്ക് സിനിമാ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സിനിമയിൽ അഭിനയിക്കണമെന്ന് യാതൊരുവിധ മോഹവുമില്ല. ഞാൻ വേറെ അറിയിച്ചു. ചേച്ചി ആദ്യം പറഞ്ഞത് സുനിലാണ് ചേച്ചി ആദ്യമായി ഇതുപോലെ ശരീര ഉപദ്രവം ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അവിടെയാണ് നിവിൻ പോളിയും മറ്റേ ഈ കുട്ടനും ബഷീറും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതെവിടെ വെച്ചാണ് സംഭവം നടന്നത്? എനിക്കൊരു ഫിലിമിൽ ചാൻസ് തരാൻ പുള്ളിക്കാരിയുടെ ഫ്രണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ പോയി എന്നെ ശ്രേയ കൊണ്ടുപോവുകയും ഇന്റർവ്യൂ ആണ്, നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തി ശ്രേയ പുറത്തോട്ട് പോവുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു കാഷ്വൽ മീറ്റ് എന്ന പോലെ വർത്താനം പറഞ്ഞിരിക്കുകയും അത് കഴിഞ്ഞ് പുള്ളി സിനിമ ഫീൽഡിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താൽ സിനിമയിൽ ഇപ്പൊ നിൽക്കുന്ന പ്രമുഖ നടിമാര് വരെയും സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താണ് പിടിച്ചു നിൽക്കുന്നതെന്നും പിന്നെ അത് കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നു. പുള്ളി അവിടെ ഇരുന്നപ്പോൾ നമ്മളെ കയറി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ പുള്ളി ശാരീരികമായിട്ട് തന്നെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ നിവിൻ പോളി, ബിനു, കുട്ടൻ, ബഷീർ എന്ന് പറയുന്ന സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണ്ടകളായിട്ടാണ് എന്റെ മുമ്പിൽ പിന്നെ പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം ഈ റൂമിൽ വന്നിട്ടാണ് പിറ്റേ ദിവസമാണ് നിവിൻ പോളി വന്നത്. ആ റൂമിൽ നിവിൻ പോളിയും AK സുനിൽ എന്ന് പറയുന്ന വ്യക്തികൾ രണ്ടാമത്തെ ദിവസം വന്ന് ഉപദ്രവിച്ചത്. ചേച്ചി പിന്നെ ഇതെല്ലാം സംഭവിച്ച ശേഷം ചേച്ചി അവിടെ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അതെന്താ പറയാം? ഫോൺ എന്റെ ഫോണിൽ നിന്ന് ഹസ്ബൻഡിന് ഒരു മെസ്സേജ് അയക്കി അത് ഹാക്ക് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതല്ല ഇവർക്ക് കേൾക്കാൻ പറ്റും. ഹസ്ബൻഡ് ഒന്ന് അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇത് കഴിഞ്ഞ് ഇവരെന്റെ ബെഡ്റൂമിൽ, അതായത് ഞാൻ അവിടെ ലോക്ക് ആയ സമയത്ത് എന്റെ വീട്ടിൽ, അതായത് ഹസ്ബൻഡ് എന്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത്, പുറത്തു പോകുന്ന സമയത്ത് ഇവര് ഞങ്ങളുടെ വീടിന്റെ ചാവി എവിടെ ആയിരിക്കുന്നതൊക്കെ ഹസ്ബൻഡിനും ഞാൻ സംസാരിക്കുന്നതായി ഇവർ കേട്ട് മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു, അവർ ഒരാളിനെ വിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒരു ക്യാമറ വെക്കുകയും ഞങ്ങളുടെ വൈഫൈ ഹാക്ക് ചെയ്യുകയും ഹസ്ബൻഡിന്റെ മെയിൽ ID ഹാക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ പുള്ളി സംസാരിക്കുന്ന എല്ലാവർക്കും എന്നെ കോൾ വരുമ്പോൾ ഒരു 1-2 ദിവസം എനിക്ക് സംസാരിക്കാൻ അങ്ങനെ പറ്റില്ല. ഹലോ സുഖമാ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വെച്ചു. പിന്നെ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയുടെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഒരു 3 ദിവസം ആയപ്പോഴത്തേക്ക് ഈ മയക്കുമരുന്നും അതും ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ എന്റെ സംസാരത്തിന് എനിക്ക് എന്തോ പന്തിയുടെ വയ്യാഴിക ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡ് തന്നെ എനിക്ക് ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് കയറിപ്പോയി കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ചേച്ചി നേരത്തെ പറഞ്ഞത് അങ്ങനല്ലല്ലോ. ചേച്ചി നേരത്തെ പറഞ്ഞത് സുനിലിനെ പരിചയപ്പെട്ടത് ഒരു ഹോട്ടൽ റൂമിൽ വെച്ചാണെന്ന് പറഞ്ഞു. ആ ഹോട്ടലിൽ വെച്ചാണ് നിവിൻ പോളി അവിടെ വന്നിട്ട് ഉപദ്രവിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ മാറ്റി പറഞ്ഞ് ചേച്ചി പറഞ്ഞത് അതൊരു കൺഫ്യൂഷൻ ആണല്ലോ ചേച്ചിയെ. അവിടെ എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ ചേച്ചി. കാരണം എന്താ അറിയോ, ചേച്ചി പറഞ്ഞത് ഫോണില്ല, ഹോട്ടൽ മുറിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അതിനെക്കുറിച്ച് വിശ്വസിച്ച് ഒന്നുകൂടെ പറയാമോ വിശ്വസിച്ച്? കാരണം എന്താ സംഭവിച്ചത്? ഹോട്ടൽ മുറിയിലാണോ ചേച്ചി ഹോട്ടൽ മുറിയിലല്ല, എന്റെ റൂമിനോട് ചേർന്ന് അടുത്തൊരു റൂം എടുക്കുകയും അവിടെയാണ് ഈ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല, നമുക്ക് അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ല. അപ്പൊ പുള്ളിയോട് ചോദിക്കാതാണ് ഞാൻ ഈ ശ്രേയ എന്ന് പറയുന്ന പെൺകുട്ടിയോട് സുനിലിനെ കാണാൻ പോയതും
ഈ സിനിമയിലേക്കാണ്. നമ്മളോർത്ത് സിനിമയിൽ ചാൻസ് കിട്ടുവാണെങ്കിൽ കിട്ടിക്കഴിയുമ്പോൾ പറയാം, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് പുള്ളിയോട് പറയാൻ പറ്റത്തില്ലായിരുന്നു അന്നേരം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഈ ഇരയാക്കപ്പെട്ട ചേച്ചി പറയുന്നതും നിവിൻ പോളി പറയുന്നതും രണ്ടും രണ്ട് തലങ്ങളിലാണ് പോകുന്നത്. കാരണം ഇതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതകൾ ബാക്കി കൊടുക്കുന്നു. കാരണം ആദ്യം ചേച്ചി പറഞ്ഞു ഒരു ഹോട്ടലിൽ വെച്ചാണ് എന്നെ സുനിൽ എന്ന് പറഞ്ഞ ആള് പീഡിപ്പിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തത്. അതിനു ശേഷം 2-3 ദിവസം അവിടെ ലോക്ക്ഡ് ആയിരുന്നു. അതിനുശേഷം എന്റെ മൊബൈൽ വാങ്ങി വെച്ചു. നിവിൻ പോളിയും കുട്ടനും ഒക്കെ വന്നതിന് ശേഷം എന്നെ വീണ്ടും അവിടെ വെച്ച് അടിക്കുകയോ ചെയ്തു, അവിടെ വെച്ച് എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ പറയുന്നു, അടുത്ത വേറൊരു ചോദ്യത്തിന് പറയുന്നത് അവര് റൂമിനടുത്ത് റൂം എടുത്തു, അതിനുശേഷം അവിടെ വന്ന് ലോക്ക് ചെയ്തു, കുട്ടം വന്ന് ലോക്ക് ചെയ്തു, അതിനുശേഷം സുനിൽ വന്നു, മറ്റൊരു വന്നു എന്നൊക്കെയാണ് പറയുന്നത് ചേച്ചി മൊത്തത്തിൽ ഒരു കൺഫ്യൂസ്ഡ് ആണ് സംഭവം ചേച്ചി പറയുന്നത്. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞാൽ എന്തൊക്കെയോ സംഭവം നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. നിവിൻ പോളിയെ പോലുള്ള നല്ലൊരു നടൻ, അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ ഗുണ്ടയായിട്ടൊക്കെ പ്രവർത്തിക്കുന്നത് അറിയില്ല, എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ഇതിനകത്ത്. അപ്പൊ ഏതായാലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു, സിനിമാക്കാർ പഴയപടി തന്നെ വീണ്ടും തിരിച്ചു വന്നു. നിവിൻ പോളിയെ പോലുള്ള ഒരു നടൻ, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നടൻ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു സത്യാവസ്ഥ തെളിയിപ്പിക്കുക തന്നെ ചെയ്യണം. കാരണം ഇതിനകത്ത് നിവിൻ പോളി ഇടപെട്ടിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം നിവിൻ പോളി തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത് ആരും മറക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന സിനിമാക്കാർ വിചാരിക്കുന്നത് എല്ലാവരും മറന്നു പോകുന്നു, ഒരിക്കലും ജനങ്ങൾ മറക്കില്ല. നീ എത്ര മാധ്യമ സിൻഡിക്കേറ്റുകൾ എന്ത് പ്രവർത്തിച്ചാലും രാഷ്ട്രീയക്കാർ എന്ത് പ്രവർത്തിച്ചാലും ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കണം. കാരണം എന്താ അറിയോ, ജനങ്ങളുടെ പൈസ ഉപയോഗിച്ചാണ് നിങ്ങൾ സെലിബ്രിറ്റി ആയത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. കാരണം നിങ്ങൾ അഭിനയിച്ചിറക്കുന്ന സിനിമകൾ കാണാൻ പ്രേക്ഷകർ ഉണ്ടായത് കൊണ്ടാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ സെലിബ്രിറ്റി ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ കാണുമ്പോഴൊക്കെ ഇനി ഓർമ്മ വരുന്നത് ഈ ഒരു കേസൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ തെളിയിപ്പിക്കൽ എന്ന ബാധ്യത ഓരോരുത്തരുടെയും ഓരോ നടന്മാരുടെയും ബാധ്യതയാണ്. അത് ജനങ്ങളുടെ മുമ്പിൽ സത്യം തെളിയിക്കുന്നവരെയും ഇനിയും അത് ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നീതി ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.